നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂബിനിമിയ, അതായത് നമ്മുടെ ബിലിറൂബിൻ കൗണ്ട്സ് വളരെ കൂടുതലായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സിൻഡ്രോമിക് അസോസിയേഷനുള്ള കുട്ടികൾ, അതായത് വേറെ പല മാൽഫോർമേഷൻസ്, എന്തെങ്കിലും അനോമലീസ്, വൈകല്യങ്ങളുള്ള കുട്ടികൾ. ഇങ്ങനത്തെ കുട്ടികളെ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു ഹിയറിംഗ് സ്ക്രീനിങ് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് പീഡിയാട്രിക്, ഒരു ഫുൾ ബാറ്ററി ഓഫ് പീഡിയാട്രിക് ടെസ്റ്റുകളുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ, സ്ട്രക്ചേർഡ് രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹിയറിംഗ് ലോസ് ഏർലി തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്താൽ നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞൊരു ഏർലി ഡിറ്റക്ഷനും ഏർലി ഇൻ്റർവെൻഷനെ കുറിച്ചാണ്. കാരണം ഞാൻ ഈ പറഞ്ഞൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 3 വയസ്സായിട്ടാണ് പേരൻസിന് സംശയം തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിലേ വരുന്നു? അതൊരു പക്ഷേ നമ്മുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഇഗ്നറൻസ് ആണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബില്ലിങ് അല്ലാതെ വരാം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മളിപ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു, പക്ഷെ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ പറയും അതൊക്കെ നോർമലാണ്, പതുക്കെ ഇതായി വരും. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ENT ഡോക്ടറിനെ കാണാൻ നിങ്ങൾ മടിക്കല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹിയറിംഗ് ഇവാലുവേഷൻ സംശയമുള്ള സാഹചര്യങ്ങളിൽ പൂർണ്ണമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. കാരണം ഏർലി ഒരു ഇവാലുവേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ താമസിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്ന കേസുകൾക്ക് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ചെയ്താലും നമ്മുടെ ഔട്ട്കംസ് അത്രയും സാറ്റിസ്ഫാക്ടറി അല്ല.